പീഡനത്തെ തുടർന്ന് +1 വിദ്യാർത്ഥിനി പ്രസവിച്ച സംഭവത്തിൽ അറസ്റ്റിലായ ഫാദർ റോബിൻ വടക്കഞ്ചേരി കുറ്റം സമ്മതിച്ചു. കേസിൽ റിമാൻഡിലായ വൈദികനെ വിട്ടുകിട്ടാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകും. അതേസമയം പെൺകുട്ടിയുടെ പ്രസവം ആശുപത്രി അധികൃതർക്കെതിരെയും ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെയും കേസെടുത്തേക്കും. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ വൈദികൻ റോബിൻ വടക്കാഞ്ചേരി താമസിച്ചിരുന്ന മുറിയിലാണ് പീഡനം നടന്നത് എന്നതിനാൽ പള്ളിയിൽ തെളിവെടുപ്പിന് അദ്ദേഹത്തെ കൊണ്ടുവന്നു. പീഡിപ്പിച്ചത് താനാണെന്ന് വൈദികൻ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം PK ശ്രീമതി MP അടക്കമുള്ളവർ പെൺകുട്ടിയെ സന്ദർശിച്ചു. പള്ളിമുറിയിൽ വെച്ചാണ് തന്നെ പീഡിപ്പിച്ചതെന്നും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഇക്കാര്യം പറഞ്ഞാൽ പുറം ലോകം അറിഞ്ഞ് വൈദിക സമൂഹത്തിന് മൊത്തമായി അപമാനമുണ്ടാകുമെന്ന് ചിലർ ഉപദേശിച്ചിരുന്നതിനാലാണ് പുറത്ത് പറയാതിരുന്നതെന്നും പെൺകുട്ടി പറഞ്ഞു. അതേസമയം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പ്രസവിച്ച വിവരം രഹസ്യമാക്കി വെച്ച ആശുപത്രി അധികൃതരടക്കമുള്ളവരെ നിയമ നടപടിക്ക് വിധേയമാക്കണമെന്ന് PK ശ്രീമതി MP ആവശ്യപ്പെട്ടു. ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കാൻ പ്രേരിപ്പിച്ചതാര്? അവിടെയും പ്രേരണ ഉണ്ടായിട്ടുണ്ട്. ആരും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയതാര്, പ്രേരിപ്പിച്ചതാര് എന്നുള്ളത്. അതിനുശേഷം ആ കുഞ്ഞിനെ, ചെറിയ കുഞ്ഞുഭാവയെ വൈത്തിരിയിലേക്ക് ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി. ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവരെ, ഈ പാവപ്പെട്ട കുടുംബത്തെ പ്രേരിപ്പിച്ചതാര്? ധാരാളം പെൺകുട്ടികളെ ബാംഗ്ലൂരിലേക്കും ഗുജറാത്തിലേക്കും കാനഡയിലേക്കും കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. വൈദികൻ മാനേജറായ ഇമിഗ്രേഷൻ ജൂബിലി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് SFI DYFI പ്രവർത്തകർ വൈദികനെ മാനേജർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാർച്ച് നടത്തി. വിദ്യാർത്ഥിനിക്ക് അപ്പൻഡിക്സ് ആണെന്നാണ് തങ്ങൾ കരുതിയതെന്നാണ് പ്രിൻസിപ്പൽ വിശദീകരിച്ചത്. അപ്പൻഡിസൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിലാണ് എന്നുള്ളൊരു വിവരം മാത്രമാണ് നമ്മൾ പേരൻസിനോട് ചോദിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്, രേഖാമൂലം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.